ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേഷൻ. ഈ 2025 ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ വലിയ സംഭവം ഒന്നല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു വെജിറ്റേറിയൻ കറിയാണ്. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. നമുക്കൊരു വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ആ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 4-5 ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 4 പച്ചമുളക്, കുറച്ച് കുരുമുളക്, 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇടുകയാണ്. അതിൽ കുരുമുളക് ഒഴികെ ബാക്കിയല്ല. കുരുമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഇടുള്ളൂ. ക്രഷ് ചെയ്തിട്ട് ഇട്ട് കാണിക്കാം. അതിനകത്തേക്ക് ഇത് ഞാൻ ആ പെപ്പർ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പെപ്പറും ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ പെപ്പർ ഉണ്ട് ക്രഷ് ചെയ്തെടുത്ത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കൂടത്തിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴുക്കിയിട്ട്. ഇത് 1/4 ലിറ്ററിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒരു 150 ml വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം 3-4 സീറ്റ് വരുന്ന വരെയൊക്കെ നന്നായിട്ട് വേവിക്കാൻ പോവുകയാണ്. ഓക്കെ, ഏകദേശം ഒരു 4 വിസിൽ കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പം വെന്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ തന്നെയാണ് ഇരിക്കുക പീസ്. ഇനി നല്ലതുപോലെ നമ്മളൊന്ന് ഉടയ്ക്കണം. അതേപോലെ മീൻസ് ഒത്തിരി അങ്ങോട്ട് മാഷ് ചെയ്യേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് അത് ഉടയ്ക്കണം. എന്നാലേ ആൾക്കാർ ആ പറയുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. ഇപ്പം ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാനത് ഉടച്ചിട്ടുണ്ട് എല്ലാം കൂടെ. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കടുക് വറുക്കണം. ഓക്കെ, അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, അതുപോലെ അതിനകത്ത് കുറച്ച് ഉള്ളി, അതിനകത്തേക്ക് ഇതാ ചുവന്ന മുളക് 3-4 കഷ്ണമാക്കിയതാണ്. അതിലേക്ക് കറിവേപ്പില, കുറച്ച് മല്ലിയില, കൂടുതൽ ഒരു പിഞ്ച് മുളക് പൊടി. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, ഇനി ഞാനിത് അതിനകത്തേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം. ഇനി ഇത്തിരിയും കൂടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഈ കറിയുടെ, അതിലേക്ക് അത് ഡൈല്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് തിളച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു വെജിറ്റബിൾ കറി, ബ്രേക്ക്ഫാസ്റ്റ് കറി, പൊട്ടറ്റോ കറി ഞാനിതാ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിൾ റെസിപ്പിയാണ്, ബട്ട് വെരി ടേസ്റ്റി, വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ്, കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു കറിയാണ്. പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്നത്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്. We'll be right back.